ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോക്കോ S2ൻ്റെ ഡ്രെയിൻ ടെസ്റ്റ് ആണ്. അപ്പോൾ കുറേ പേരെ എന്നോട് ചോദിക്കുന്നു ഡ്രെയിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട്. പോക്കോ S2ൻ്റെ ഒരു ബാറ്ററി കംപ്ലൈൻറ്റ് എല്ലാവരും പറയുന്നുണ്ട്, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഇപ്പോൾ നോക്കാം. നമുക്ക് 100ലാണ് ഇരിക്കുന്നത്, ഫുൾ ചാർജ് ആണ്. പിന്നെ ടൈം നിങ്ങൾ നോക്കിയോളൂ, 5:37 ആണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന യൂട്യൂബിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഇതിൽ ടൈമർ ഓൺ ചെയ്യാണ്. ടൈമർ ഓൺ ചെയ്തു. ഇനി നമുക്ക് ഫസ്റ്റ് യൂട്യൂബ് തുറന്നിട്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എല്ലാ വീഡിയോസ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല, ഫുള്ളായിട്ട് ഒരു സ്റ്റാർട്ടിങ് കാണിച്ചിട്ട് പിന്നെ ഞാനത് എല്ലാ യൂസ് കഴിഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ തന്നെ ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സാമ്പിളായിട്ട് തുടക്കത്തിൽ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പോക്കോ S2ൻ്റെ. അപ്പോൾ നമ്മുടെ വീഡിയോ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. 1 hour കഴിഞ്ഞാണ്. ഇപ്പോൾ നമ്മളുടെ 38 മിനിറ്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ഒരു മൂവിയാണ് ഓൺലൈനിൽ വീഡിയോ ഓടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആകാം, നമുക്ക് 40 മിനിറ്റിൽ നമുക്ക് 38 മിനിറ്റിൽ വന്നത് 95% ആണ്. 5% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമോയെന്നറിയില്ല, 95% ആയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, 95%. ഇനി നമുക്ക് അടുത്ത വേറൊരു വീഡിയോയിലേക്ക് കടക്കാം. ഏതെങ്കിലും വീഡിയോ നമുക്ക് 1 മണിക്കൂർ പറഞ്ഞല്ലോ, 1 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കാം. ഓക്കെ. ഹായ് ഗൈസ്, ഇപ്പം നമ്മുടെ വീണ്ടും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കറക്റ്റ് 1 മണിക്കൂറായിട്ടുണ്ട്. നമ്മൾ 1 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി 91% ആണ്. ഇനി നമുക്ക് 91% അല്ല, നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓവർ ഹീറ്റ് ഇതുവരെയായിട്ട് ഒരു ഹീറ്റോ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. 1 മണിക്കൂറായി 9% ആണ് ചാർജ് കുറഞ്ഞിട്ടുള്ളത്. നമ്മളിതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് പ്രമോഷൻ വീഡിയോ അങ്ങനത്തെ ഒരു വീഡിയോയേ അല്ല, ഇതെൻ്റെ സ്വന്തം മൊബൈലാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 90 ആയിട്ടുണ്ട്. കറക്റ്റ് 1 മണിക്കൂറിൽ 90 ആയിട്ടുണ്ട്. 10% കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ കണ്ടിരിക്കുകയാണ്, ഇതുമായിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് 1 മണിക്കൂർ, ഒരു അരമണിക്കൂർ ഒരു വീഡിയോസൊക്കെ എടുത്ത് നോക്കാം. വീഡിയോസ് പിന്നെ എന്നിട്ട് പറയാം. അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോസ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ. ഇപ്പം നമ്മുടെ അരമണിക്കൂർ കഴിഞ്ഞു. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് നമ്മൾ എടുത്ത വീഡിയോസൊക്കെ കാണാം, ഫോട്ടോസൊക്കെ. അപ്പോൾ നമ്മുടെ ചാർജ് ഫസ്റ്റ് നോക്കാം. ചാർജ് 84% ആണ് ആയിട്ടുള്ളത്. അപ്പോൾ 84% ആയിട്ടുണ്ട്. അപ്പോൾ 84% ഇപ്പോൾ എടുത്ത വീഡിയോസ് ഇതൊക്കെയാണ്. ഇപ്പോൾ ഫോട്ടോസ് കാണിച്ചു തരാം. ഇതൊക്കെ എടുത്ത ഫോട്ടോസാണ്. ഇതൊക്കെ എടുത്താണ്. പിന്നെ വീഡിയോ എടുത്തത്. അപ്പോൾ ഇതാണ് വീഡിയോ നമ്മൾ എടുത്തത്. അപ്പോൾ വീഡിയോ എടുത്ത് നമ്മൾ അത്യാവശ്യം സമയം നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം പറഞ്ഞാൽ 30 മിനിറ്റിൽ നമുക്കൊരു 15 ഒരു 18 മിനിറ്റോളം നമ്മൾ വീഡിയോ തന്നെയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പരിപാടിയിലേക്ക് കിടക്കാം. നെക്സ്റ്റ് നമുക്ക് കുറച്ച് നേരം നമുക്ക് വിങ്കിൽ മ്യൂസിക് കേൾക്കാം, ഓൺലൈൻ മ്യൂസിക് തന്നെ. അപ്പോൾ അത് കേൾക്കാം. അപ്പോൾ നമുക്ക് ഓൺലൈൻ മ്യൂസിക് ആകുമ്പോൾ വീണ്ടും നമ്മുടെ ബാറ്ററി ഡ്രോപ്പ് ആവും. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അതെനിക്ക് ഇൻകമിങ് വീഡിയോ കോളുണ്ട്. അപ്പോൾ വീഡിയോ കോൾ ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോ കോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്നാണ്, ചേച്ചിയാണ് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കോളിൻ്റെ ഇപ്പോൾ എത്ര ടൈം യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോ കോൾ ചെയ്തതിന് ശേഷം നോക്കാം. ഇപ്പോൾ നമ്മുടെ വീഡിയോ കോൾ ചെയ്ത് കഴിഞ്ഞു. അരമണിക്കൂറാണോ വീഡിയോ കോൾ ചെയ്തത്. നമുക്ക് വീഡിയോ കോൾ ചെയ്തപ്പോൾ നമ്മൾക്ക് 73% ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 11% ഡ്രോപ്പ് ആയത് 30 മിനിറ്റ് കൊണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറിനായാലും യൂട്യൂബ് വിങ്ക് മ്യൂസിക് കേൾക്കാം. നേരത്തെ വിങ്ക് മ്യൂസിക്കിൻ്റെ ഇടയിലാണ് നമുക്ക് കോൾ വന്നത്. അപ്പോൾ 1 മണിക്കൂറാണ് നമുക്ക് ഓൺലൈൻ മ്യൂസിക് കേൾക്കാം. അപ്പോൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്ക് അധികം ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. അത്ര വലിയ ചൂടൊന്നും പറയാനില്ല. ഒരു ആവറേജ് ഒരു 38 ആ റേഞ്ചിലുണ്ടാവും, 38-40 റേഞ്ചിലുണ്ടാവും ഇരിക്കാം. ഇപ്പോൾ നമ്മുടെ അറൗണ്ട് 1 മണിക്കൂർ ആവാറായിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ സോങ് ഓടിക്കൊണ്ടിരിക്കുകയാണ്.
നമുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 സെക്കൻഡ് കൂടിയുള്ള ബാലൻസ്. അപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടിന്യൂസ് തന്നെയാണ് കേട്ടോ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂറായി കണ്ടിന്യൂസ് ആയിട്ട് മൊബൈൽ യൂസ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കോൾ കഴിഞ്ഞിട്ട് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ 73 ഇപ്പോഴത്തെ ബാറ്ററി പെർസെൻറ്റേജ് നമുക്ക് കാണാൻ സാധിക്കുന്ന 66% അപ്പോൾ നമ്മുടെ 1 മണിക്കൂർ ഓൺലൈൻ സോങ്സ് കേട്ടപ്പോൾ നമുക്ക് ഡ്രോപ്പ് ആയിട്ടുള്ളത് 66. അപ്പോൾ 73 66 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 7% ചാർജ് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സ്വന്തം മൊബൈൽ ആയതുകൊണ്ട് നമുക്കൊരു കുറച്ച് നേരം എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തോളം അല്ലെങ്കിൽ 1 മണിക്കൂർ നേരം നമുക്കൊന്ന് റെസ്റ്റിന് വെക്കാം. റെസ്റ്റിന് വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്തോരം ബാറ്ററി ഡ്രോപ്പ് ആവുന്നുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സോങ് ക്ലോസ് ചെയ്യാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്ന എല്ലാ ആപ്പും ഞാൻ ക്ലോസ് ചെയ്ത് വയ്ക്കുകയാണ്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഫോൺ എടുക്കാം. അതുവരെ റണ്ണായിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 66% തന്നെയാണ്. ഇപ്പോൾ ഫ്രീ ആയിട്ട് വെച്ചിട്ട് 1 മണിക്കൂർ ആവാറായിട്ടുണ്ട്. ഇനി ഒരു 5 സെക്കൻഡ് കൂടി ഉള്ളൂ. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം എത്ര പെർസെൻറ്റേജ് പോയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് 2% ചാർജ് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 64% ആയിട്ടുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കോൾ എടുത്തിട്ടില്ല. പിന്നെ എന്നുണ്ടെങ്കിൽ നെറ്റ് ഓണാണ്, നെറ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 1 മണിക്കൂർ ഉപയോഗിക്കാണ്ടിരുന്നപ്പോൾ എൻ്റെ ചാർജ് ഡ്രോപ്പ് ആയത് 2% ആണ്. ഇനി നമുക്ക് ആ വന്ന കോളിലേക്ക് തിരിച്ചു വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് കോളിൻ ഡ്യൂറേഷനും നമുക്ക് കിട്ടും. ഇപ്പോൾ സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു വിചാരിക്കുന്നു. സമയം 3:38 നമ്മൾ 11 മണിക്കൂറേക്ക് വിളിക്കുകയാണ്. അപ്പം ഇനി കോള് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം എത്ര നേരം ഉണ്ടെന്ന്. അപ്പം നമ്മളിപ്പോൾ എന്താ പറയുക 15 മിനിറ്റ് നേരം ഫോൺ വിളിച്ചു. അപ്പോൾ 15 മിനിറ്റ് നേരം ഫോൺ വിളിച്ചപ്പോൾ നമുക്ക് ലോസ് ആയത് 2% ആണ്. ഇപ്പോൾ നമ്മളെല്ലാം കണ്ടിന്യൂസ് ആണ്. ഒരു ബ്രേക്ക് ഇടയിലെടുത്ത് ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു ബ്രേക്ക് മാതിരി 1 മണിക്കൂർ എടുത്തത് കഴിഞ്ഞപ്പോൾ കണ്ടിന്യൂസ് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ് നമ്മുടെ മെയിൻ സാധനത്തിലേക്ക് കിടക്കാം. പബ്ജി ഞാൻ പറഞ്ഞു അത്ര വലിയ ഗെയിമറോ ഒന്നല്ല ഞാൻ ഈ ഡ്രോപ്പ് ടെസ്റ്റിന് വേണ്ടി 1.5 GB ഇന്നലേക്ക് ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് കുറച്ചു നേരം കളിച്ചു നോക്കാം എന്താണെന്നുള്ള സെറ്റപ്പ്. എത്ര നേരം ഒരു മണിക്കൂർ കളിച്ചു നോക്കാം എത്ര നേരം ചാർജ് നിൽക്കും എന്നുള്ള കാര്യം അറിയാനായിട്ട്. അപ്പോൾ നമ്മുടെ 4.5 മണിക്കൂറിന് മേലെ ആയിട്ടുണ്ട്. 4 മണിക്കൂറിൽ 4 മണിക്കൂറും 18 മിനിറ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി പബ്ജി കളിച്ചു നോക്കാം കുറച്ചു നേരം. അപ്പോൾ നമ്മൾ തുടങ്ങാണ് ഗെയിം. അപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് നേരം കളിച്ചതിന് ശേഷം കാണാം. ഓക്കെ, ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അപ്പോൾ സമയം 4:55 ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബാറ്ററി എത്രയും നോക്കാം. അപ്പോൾ ബാറ്ററി നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 44%. അപ്പോൾ നമുക്ക് 18% ചാർജ് ഡ്രോപ്പ് ആയിട്ടുണ്ട് 1 അവറിൽ. അപ്പോൾ നമുക്ക് ഈ മൊബൈൽ ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു ചൂട് വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നമ്മളൊരു ചെറിയ ചൂട് വന്നിട്ടുണ്ട്. ഇല്ലയെന്ന് പറയുന്നില്ല, ഇത്ര നേരമായിട്ട് കണ്ടിന്യൂസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇനി നെക്സ്റ്റായിട്ട് നമുക്ക് കുറച്ച് നേരം ബ്രൗസ് ചെയ്യാം. ഇപ്പോൾ ബ്രൗസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആപ്പുകൾ നമ്മൾ യൂഷ്വലായിട്ട് ബ്രൗസ് ചെയ്യണ മാതിരി നമുക്ക് ബ്രൗസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 1 മണിക്കൂറോളം അത് ബ്രൗസ് ചെയ്യാം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ പിന്നിട്ട് ബ്രൗസിങ്ങിൽ മെയിനായിട്ട് ചെയ്തത് നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ബ്രൗസിങ് ആണ് ചെയ്തത്. ഗൂഗിൾ സെർച്ച് അങ്ങനത്തെ കാര്യങ്ങളാണ് ചെയ്തത്. 1 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ടാണ്. ഇപ്പോൾ അത്യാവശ്യം ഒരു ചൂട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയേക്കാളും കുറച്ച് ചൂടുമായിട്ടുള്ളൂ. അത്ര വലിയ ചൂടെന്നൊന്നും പറയാനില്ല. ഒരു 38 ആ റേഞ്ചിലായി എന്ന് വിചാരിക്കാം. ഇപ്പോൾ നമ്മുടെ ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം 5:55 ആയിട്ടുണ്ട്. ബാറ്ററി 35% ആണ്. ബാറ്ററി 34% ആണ് ആയിട്ടുള്ളത്. അപ്പോൾ 34 ആയിട്ടുള്ളത്. നമുക്ക് 44 പബ്ജി കളിച്ചതിന് ശേഷം. ഇപ്പോൾ ഒരു 10% കുറഞ്ഞിട്ടുണ്ട്. 1 മണിക്കൂർ % ആണ്. ഇനി നമ്മൾ യൂട്യൂബ് വീഡിയോ കാണാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ 6 മണിക്കൂറും 17 മിനിറ്റ് ആയിട്ടുണ്ട് തുടങ്ങിയിട്ട്. അപ്പോൾ നമുക്ക് യൂട്യൂബ് വീഡിയോ വെച്ച് നമുക്ക് 1 മണിക്കൂർ കണ്ടു നോക്കാം.
ഇപ്പം നമ്മുടെ അറൗണ്ട് 1 മണിക്കൂർ യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സമയം 6:55 ആയിട്ടുണ്ട്. ഇപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 22% ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ മുന്നത്തെ നിന്ന് ഡ്രോപ്പ് 34% ആയിരുന്നു. അപ്പം നമ്മുടെ ഡ്രോപ്പ് ആയിട്ടുള്ളത് എത്ര ശതമാനം? 12%. അപ്പം നമുക്ക് ഇനിയൊരു കോളും കൂടി ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒരു കോൾ ചെയ്യാൻ പോവാണ്. അപ്പോൾ കോൾ ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ 20 മിനിറ്റ് നേരം ഫോൺ വിളിച്ചു കേട്ടോ. അപ്പോൾ 20 മിനിറ്റ് നേരം ഫോൺ വിളിച്ചപ്പോൾ നമ്മുടെ ബാറ്ററി ലോസ് ആയിട്ടുള്ളത് നേരത്തെ നമ്മൾ 22% നിർത്തിയത്. ഇപ്പോൾ 19% ആയിട്ടുണ്ട്. 3% നമ്മുടെ ചാർജ് പോയി 20 മിനിറ്റ് ഫോൺ വിളിച്ചപ്പോൾ. അപ്പോൾ നമുക്ക് ഇനി ഇത് വേഗം ട്രെയിൻ ആവാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് തൊട്ട് തുടങ്ങിയതാണ്, ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനി യൂട്യൂബ് വീഡിയോ കണ്ടാൽ തന്നെയാണ്, അല്ലെങ്കിൽ PUBG കളിക്കണം. അപ്പോൾ നമുക്ക് PUBG കളിക്കാം. അതായിരിക്കും PUBG കളിക്കുമ്പോഴാണ് ഇത്തിരി കൂടി വേഗത്തിൽ കഴിയുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടൈം PUBG കളിക്കാം. ഇപ്പം നമ്മുടെ 7 മിനിറ്റും 7 മണിക്കൂറും 40 മിനിറ്റും ആയിട്ടുണ്ട്. പറയുകയാണെങ്കിൽ നമ്മുടെ അറൗണ്ട് അരമണിക്കൂർ ആയിട്ടുണ്ട് കേട്ടോ കളി തുടങ്ങിയിട്ട്. ഇപ്പോൾ നമ്മൾ 7:19 തുടങ്ങിയതാണ്. ഇപ്പോൾ 7:52 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് 6% ആയിട്ടുണ്ട് ചാർജ്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഓഫ് ആവാം. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടിയും കളിച്ചിട്ട് ഇത് ഓഫ് ആവണ വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ചാർജ് ജസ്റ്റ് നോക്കാം. നമ്മൾ ഓൾമോസ്റ്റ് സമയം കഴിയാറായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ചാർജ് നോക്കുമ്പോൾ നമുക്ക് 8.6 ആയിട്ടുണ്ട്. നമുക്ക് 1% ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡ്രോപ്പ് വീണ്ടും 5% ഡ്രോപ്പ് ആയിരിക്കുകയാണ്. വീണ്ടും 5% ഡ്രോപ്പ് ആയിട്ട് നമുക്ക് കുറച്ച് നേരം യൂട്യൂബ് വീഡിയോ കാണാം. അപ്പോൾ എപ്പോഴാണ് ഓഫ് ആവണമെന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാൻ തന്നെ എടുത്ത എൻ്റെ തന്നെ ഒരു വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതാണ്. ഞാൻ ഫേസ്ബുക്കിലല്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ തന്നെ കാണാം. അപ്പോൾ നമ്മുടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇപ്പം തന്നെ ഓഫ് ആവും എന്നുള്ളത് 1% അല്ലോ. അപ്പോൾ അധികം നേരം ഒന്നും പിടിക്കില്ല. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് 8 മണിക്കൂറും 33 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൊബൈൽ ഇപ്പം എന്തായാലും ഇപ്പോൾ ഓഫ് ആവും. ഇത് ഓഫായി. അപ്പോൾ 8 മണിക്കൂർ 33 മിനിറ്റിൽ നമ്മുടെ ഓഫായിട്ടുണ്ട്. അപ്പോൾ 8 മണിക്കൂർ 33 മിനിറ്റും. അപ്പോൾ നമുക്കതിന് ഞാനൊരു ചാർട്ട് മാതിരി എഴുതി വെച്ചിട്ടുണ്ട്, എല്ലാം കറക്റ്റായിട്ട് ഡീറ്റെയിൽസ്. അപ്പോൾ ഞാൻ ബുക്ക് എടുക്കുകയാണ്. ബുക്ക് എടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് 11:37 100%. യൂട്യൂബ് വീഡിയോ 1 മണിക്കൂറോളം കണ്ടപ്പോൾ നമ്മുടെ 10% ഇടിഞ്ഞു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് ആയിട്ടുണ്ട്. പിന്നെ ക്യാമറ യൂസ് ചെയ്തപ്പോഴും 6%, 30 മിനിറ്റ് യൂസ് ചെയ്തപ്പോൾ 6% ഇടിഞ്ഞു. ഇപ്പോൾ വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇടിഞ്ഞത്. അരമണിക്കൂർ 11% ഇടിഞ്ഞു. ബാക്കിയെല്ലാം ബ്രേക്ക് ടൈമിൽ വളരെ കുറച്ച് മാത്രമാണ് ഇടിഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ നമ്മൾ PUBG കളിച്ചപ്പോഴാണ് പിന്നെ ഏറ്റവും കൂടുതൽ ഇടിഞ്ഞിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഗെയിം കളിക്കുമ്പോൾ തന്നെയാണ്. 1 മണിക്കൂർ കളിച്ചപ്പോൾ 18% ഇടിഞ്ഞു. പിന്നെ ബ്രൗസ് ചെയ്തപ്പോൾ 10%. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് യൂട്യൂബ് വീഡിയോയിൽ 12%. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു ടോട്ടൽ കാൽക്കുലേഷൻ പറയുകയാണെങ്കിൽ യൂട്യൂബ് വീഡിയോ കാണുന്നതിനേക്കാൾ PUBG കളിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ആയത്. 1 ഹവറിൽ നമുക്ക് 18 മിനിറ്റോളം ഡ്രോപ്പ് ആയിട്ടുണ്ട്. 10%ഓളം ഡ്രോപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ വീഡിയോ കോൾ PUBG, പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് വീഡിയോ, അങ്ങനെയാണ് നമ്മളൊരു ഏറ്റവും കൂടുതൽ യൂസേജ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ എനിക്ക് കിട്ടിയത് 8 മണിക്കൂറും 34 എഴുതിയിട്ടുണ്ട്. 33 പോയിൻറ്റ് സംതിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.